നമസ്കാരം. നിത്യേന വരുന്ന ഫോൺ കോളുകളിൽ ചിലത് നമ്മെ തന്നെ വേദനിപ്പിക്കും. എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല. ഒന്നീ ജ്യോതിഷത്തിനെക്കുറിച്ച് നല്ല പാണ്ഡിത്യമുള്ള ആളായിരിക്കണം. ഞാൻ എന്നെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ തന്ത്രമാന്ത്രികങ്ങളെക്കുറിച്ചിട്ടുള്ള നല്ല അറിവുകൾ വേണം. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായ ഒരു മറുപടി പറയാനുള്ള അനുഭവങ്ങൾ വേണം. നമുക്ക് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ കാന്തല്ലൂർ സ്വാമിയല്ലേ ഇതാ ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞങ്ങ് തുടങ്ങിയാൽ ഞാൻ എങ്ങനെയാണ് അതിനൊരു വ്യക്തമായ ഉത്തരം പറയുക? കണ്ണേഷ്യയെ സംബന്ധിച്ചിടത്തോളം, കണ്ണേഷ്യ ഉപാസനയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി വരിക, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്ര ദിവസം ഈ മാസം 24 മുതൽ 27 തീയതി വരെയോ 30 തീയതി വരെയോ അങ്ങനെ അവിടെ ക്ഷേത്രത്തിൽ മുറിപ്പാലത്തിൽ മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ ആ സമയം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാം കൂടെ ഒരു 10-750 രൂപയുടെ ചിലവേ ഉള്ളൂ. 500 രൂപ അമ്പലത്തിൽ കൊടുക്കണം, 100 രൂപ അവിടെ ഒരു ദക്ഷിണ കൊടുക്കണം, ഞാൻ 2 വെടി വയ്ക്കാൻ പറഞ്ഞാൽ വെക്കണം, അവിടെ മുട്ട മേടിച്ച് തമ്പുരാന് സമർപ്പിക്കണം, എനിക്ക് 1 രൂപ നാണയം തരണം. ഇതെല്ലാം ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഞാനവിടെ ഒരു സോപ്പ് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച്, അത് മേടിക്കണം. പിന്നെ ആ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് പറയും. ഇതൊന്നും പരിഹാരങ്ങളാണോ എന്നല്ല, എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഫോണിൽ കൂടെ വിളിച്ചാൽ എങ്ങനെയാണ് എനിക്ക് വ്യക്തമായി ഒരു മറുപടി പറയാൻ പറ്റുക? അപ്പോൾ പലതരം രഹസ്യ സ്വഭാവങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് ഇന്ന് വിളിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി വിളിക്കുമ്പോൾ സ്വാമി ഒരു കുടുംബ പ്രശ്നം അറിയാനാണ്. ശരി, കുടുംബ പ്രശ്നം എന്താണ്? അത് ഞാൻ ഇന്ന ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഭർത്താവുണ്ടോ? അദ്ദേഹം വിദേശത്താണ്. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. മാനസിക സംഘർഷം എന്താണ്? ഭർത്താവ് വിദേശത്താണെങ്കിൽ ഇവിടെ അവർക്കൊരു സൗഹൃദം ഉണ്ടായിരിക്കുന്നു. ആ സൗഹൃദമുണ്ടാകുന്ന ആൾ വിശ്വസ്തനാണോ എന്നറിയണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന ആൾക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഇതിനെ ജ്യോതിഷമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സ്ത്രീക്ക് ഒരു മകനോ 2 മക്കളെങ്ങാണ്ടുണ്ട്. ആ സ്ത്രീയുടെ ആൾക്കൊരു സൗഹൃദം ഉണ്ടായി. ഭർത്താവ് വിദേശത്താണ്, അങ്ങനെ വല്ലപ്പോഴൊക്കെ പണം അയച്ചു. പിന്നെ ഈ വേറൊരു സൗഹൃദം ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ മറ്റേ ഭാര്യയ്ക്ക് ഭ്രാന്താണ്, ഈ വന്ന് നിൽക്കുന്നവൻ്റെ ഭാര്യയ്ക്ക് ഭ്രാന്താണ്, ഇല്ലെങ്കിൽ അവൾ ഇങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഇങ്ങോട്ട് പറയുക. ഈ എന്നോട് വിളിക്കുന്ന പല ഭാര്യമാരും പറയുന്നത് അയാൾ ഞാൻ അങ്ങനെ നല്ല മനുഷ്യനാണ്, ഭാര്യയ്ക്ക് ഭ്രാന്തായി. ഇത് ഭ്രാന്ത ആശുപത്രി കിടക്കണോ? അല്ല, ഭ്രാന്താശുപത്രിയിലൊന്നുമില്ല. പിന്നെ ചങ്ങലക്കിട്ടേക്കോടോ വീട്ടിൽ? അതുമില്ല. പിന്നെ ഈ ഭ്രാന്തെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഭ്രാന്താണ് ഇല്ലേ? ഇപ്പോൾ കല ടീച്ചർ പറഞ്ഞ പോലെ ഈ സ്വാമിക്ക് എന്തൊരു ഭ്രാന്താണ്, ദേഷ്യം വരുമ്പോൾ പ്രതികരിക്കും, ഭ്രാന്തല്ലേ? എല്ലാ മനുഷ്യന്മാരും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞതുപോലെ, അത് മതം ഭ്രാന്ത് പിടിക്കുമ്പോൾ, മതത്തിൻ്റെ ഭ്രാന്ത് എന്ന് പറയുന്നത് ഭീകരമാണ്. ഒരു ഭൂമി നശിക്കാൻ അത് മതി. പക്ഷെ ഒരു കുടുംബത്തിനകത്താകുമ്പോൾ 2 പേർ തമ്മിൽ ഇഷ്ടക്കേടുകൾ ഉണ്ടാകുമ്പോൾ ആ ഇഷ്ടക്കേടുകൾ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാതെ വരും. ഈ ദാമ്പത്യം എന്ന് പറയുന്നത് ഉത്തമമേ അല്ലല്ലോ. എത്ര 10 പൊരുത്തം ഉണ്ടെങ്കിലും നല്ല സൗന്ദര്യമുള്ള പിന്നെ ദമ്പതിമാരാണെങ്കിലും അതിൽ ഉത്തമമായ കുട്ടികൾ ജനിക്കുമെങ്കിലും ദാമ്പത്യം ഉത്തമമാവണം എന്നില്ല. അതങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. വ്യത്യസ്തമായിട്ടുള്ള ധ്രുവങ്ങളിൽ ജീവിച്ച വ്യത്യസ്തമായ ജീവിതധാരകളോടുകൂടി ചിന്താധാരകളോട് വളർന്നു വന്ന 2 പേര് തമ്മിൽ കല്യാണം കഴിച്ചൊരു 10-60 വർഷം വരെയൊക്കെ ജീവിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ജീവിച്ചോന്ന് തിരിഞ്ഞു നോക്കൂ. പണമുണ്ടാക്കുക, വീടുണ്ടാക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, കുട്ടികളെ വിദേശത്ത് വിടുക, പിന്നെ ദുരിതങ്ങൾ ഉണ്ടാവുക, പിന്നെ ആശുപത്രികളിൽ പോവുക, സ്വന്തം ശരീരത്തെ പോലും ശ്രദ്ധിക്കാതെ, സ്വന്തം ശരീരത്തിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ രാവിലെ ഒന്നും എഴുന്നേൽക്കുക പോലുമില്ല ഇല്ലേ? എഴുന്നേറ്റാ നേരെ വണ്ടി പോലും തുടയ്ക്കാതെ പോകുന്ന എത്രയോ പേര്. നല്ല വില കൂടിയ വണ്ടി എടുക്കും, ഒന്ന് രാവിലെ എഴുന്നേറ്റ് അതിനൊന്നും തുടയ്ക്കില്ല, അത്രയും അഴുക്കാണ്. ഞാൻ പല വണ്ടികളും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന് കൊണ്ടുപോകുന്ന വണ്ടി പോലും തുടയ്ക്കാൻ പറ്റില്ല, രാവിലെ തിരക്കായിപ്പോയി. ചില വലിയ വീടുകളിൽ കിടക്കുന്ന ഡ്രൈവർമാരില്ലാത്ത, ഇതൊരു സാമാന്യമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും വണ്ടികൾ ശ്രദ്ധിക്കണം. അതിനുള്ള സമയങ്ങളൊന്നുമില്ല. കാരണം ജീവിതത്തിൽ ഈ ഓട്ടമില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ വിളിക്കുമ്പം ഭർത്താവ് അറിയാത്തൊരു രഹസ്യബന്ധം, പിന്നെ സൗഹൃദം, ഫോണുള്ളത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം. കുട്ടികളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ കട്ടിലിൽ പോയി ഒറ്റ കിടപ്പാണ്, കിടന്നുകൊണ്ട് കിടന്ന് മറ്റവനെ വിളിക്കും. അപ്പോൾ അവനാണെങ്കിൽ ഭാര്യയെ എവിടെയെങ്കിലും നഴ്സറി സ്കൂളിലൊക്കെ പിള്ളേരെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ സമയം നോക്കി ഇവനെയും വിളിച്ച് ഇവരൊക്കെ ഒരു പരുവമായി എന്തൊക്കെയാണോ ഈ സമൂഹത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് അതെല്ലാം സംഭവിച്ച്
ഒടുവിൽ ഒന്നുകിൽ അവൻ ഇവളെ ഇട്ടിട്ട് പോകും. കാരണം അവൻ്റെ ഭാര്യയും കൊച്ചിനെ കളയാൻ പറ്റൂലല്ലോ. അത് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ. വ്യത്യസ്തമായിട്ട് ചിലർ വരും. ചില ബന്ധങ്ങളുടെ ദൃഢത കൂടിയിട്ട് ഭാര്യയും കുട്ടികളും ഉണ്ടെങ്കിൽ ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത, അവളെ മറക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ചില തീക്ഷ്ണമായിട്ടുള്ള ബന്ധങ്ങൾ അവരുടെ പൂർവ്വജന്മം ഞാൻ എടുക്കാറുണ്ട്. ഭൗതികമായിട്ടുള്ള താൽക്കാലികമായ ബന്ധങ്ങളിൽ പെട്ട് ഉഴന്ന് ജീവിതം നശിച്ചു പോകുന്ന എത്രയോ പേര് സഹിക്കാൻ പറ്റാവുന്നതിനപ്പുറമാണ്. ഇന്ന് രാവിലെ ഞാൻ ടീച്ചറോട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക്, രാവിലെയല്ല, ഞാൻ ആ വോട്ടൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു അമ്മ വിളിച്ചു. ഈ അമ്മ കഴിഞ്ഞ് 6-7 മാസമായിട്ട് എന്നെ വിളിക്കുവാണ്. അവരുടെ മകളുടെ വിഷയമാണ്. മകളെ ഭർത്താവ് ഇട്ടിട്ട് പോയിട്ട് തിരിച്ചു വരില്ല എന്നുള്ളത് ഈ വിളിക്കണ സമയം വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ മകളുടെ വിഷയം അറിയാൻ മകൾ വിളിക്കണ്ടേ? കാരണം മകൾക്ക് ദൈവമില്ല, ദൈവവിശ്വാസമില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹമില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതം അവരെ പഠിപ്പിച്ചത്. ഞാൻ ഇത്രയും നല്ല കുട്ടിയായിട്ട് ജീവിച്ചു, ഞാൻ ക്ഷേത്രങ്ങളിലേക്ക് പ്രാർത്ഥിച്ചോ, ഞാൻ ജപിച്ചോ ഒക്കെ പ്രാർത്ഥിച്ച് അമ്മ പറഞ്ഞു ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു, അമ്മയും അച്ഛനും പറയണേ, എൻ്റെ ഭർത്താവ് എന്നിട്ട് പോയി, ഇനി ദൈവമില്ല, ഇനി അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഞാൻ ഇങ്ങനെയാണ്. കള്ളസ്വാമിമാരും പൂജാരിമാരും പണ്ഡിതന്മാരും ഇതൊക്കെ ഇവനൊന്നും വേണ്ട, ഇവനൊന്നും ആവശ്യമില്ല. അവരൊന്ന് വിളിച്ചാലല്ലേ ഇത് എന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂ. ഞാനാണെങ്കിൽ എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ 3 പ്രാവശ്യം പറഞ്ഞു അമ്മ നിങ്ങളോടത്തല്ലേ ഞാൻ പറഞ്ഞത്. അവർ വിളിച്ചാലേ പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞു എനിക്ക് അസുഖത്തിന് ടീച്ചർ പോയാൽ മതിയോ? ടീച്ചറിൻ്റെ ഒരു അസുഖത്തിന് ഞാൻ പോയാൽ മതിയോ? ആർക്കാണോ വിഷയം, ആർക്കാണോ പ്രശ്നങ്ങളുള്ളത്, ആർക്കാണോ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ചെന്ന് പെട്ടു നിൽക്കുന്നത്, അവർ വിളിക്കൂ. അവർ വിളിക്കുമ്പോൾ നമ്മൾ അവരിലൂടെ, ഇത് കണ്ണവീഴ്ച അങ്ങനെയാണ്. ഇത് ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ചതൊന്നുമല്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് സ്വീകരിക്കാം, ആ ഇഷ്ടം പോലെ പോകാം. ഇതൊക്കെ ഞാനിന്ന് അതുകൊണ്ടാണ് ഇത് എൻ്റെ അശ്വത്ഥമാവെന്ന് പറയുന്ന പുസ്തകമാണ്. ഞാനിത് എടുത്തത് തന്നെ, ഇത് എഴുതിയേക്കുന്ന മുഴുവൻ എൻ്റെ കാതിൽ പറഞ്ഞിരിക്കുന്നതാണ്. മഹാഭാരതത്തിൽ 5000 വർഷം പുറകിലോട്ട് പോയി ഉടയന്മാഴി അശ്വത്ഥമാവിൻ്റെ ഒരു ജീവിതം ഞാൻ പകർത്തി വെച്ചതാണ്. അതൊരു ഉദാഹരണമായിട്ട് പറയാൻ വേണ്ടി എടുത്തതാണ്. 5000 വർഷം പുറകിലോട്ട് സെഞ്ചാൽ അത്ര സൂക്ഷ്മമായിട്ട് നമുക്കൊരാളുടെ ജീവിതത്തിനെ വിലയിരുത്തി പറയാൻ പറ്റുമ്പോൾ അത് മനസ്സിലാക്കണ്ടേ? പൂർവ്വജന്മത്തിൽ, ഈ ജന്മത്തിൽ എങ്ങനെ ജീവിച്ചു, ഇതിൻ്റെ പരിഹാരം നമുക്ക് ഒരിക്കലും ശാശ്വതമേ അല്ല. നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ നിന്ന് പൂർവികമായി വന്നു ചേർന്നത് എന്താണോ, ആ പൂർവികമായി വന്നു ചേരാനുള്ളതിൻ്റെ കാരണം എന്താണ്, ആ കാരണത്തിന് നമുക്കെന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ, അതാണ്. അതിന് പരിഹാരം ചെയ്താൽ മാത്രമേ ഈ ജന്മത്തിൽ നമുക്ക് ഒരു 2% പരിഹാരമെങ്കിലും ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്ന് ഇപ്പോഴത്തെ രാശിഫലം അനുസരിച്ച് ഇപ്പോഴത്തെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് ഇപ്പോഴത്തെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ടുള്ള ഗ്രഹനിലകൾ എടുത്ത് ആ ഗ്രഹം അനുസരിച്ച് നമ്മൾ ഇതാണ് ഇപ്പോഴത്തെ ശനിദശയാണ്, വ്യാഴമാണ്, വ്യാഴത്തിൽ ശനിദശയാണ്, ശനിദശയിൽ നിന്ന് ശുക്രനിലേക്ക് വരുന്നു, ശുക്രനിൽ നിന്ന് ഇങ്ങനെയാണ് സൂര്യനിലേക്ക് പോകുന്നു, ഇത് കേതുദശയാണ്, ബുധൻ കഴിഞ്ഞാൽ കേതുവാണ്. അപ്പം കേതുദശയും ശനിദശയും ഒക്കെ വരുന്ന ഗ്രഹനില അനുസരിച്ചിട്ടുള്ള ഫലങ്ങളെ ഇവിടെ പറയാൻ പറ്റൂ. പക്ഷേ ആത്യന്തികമായി ഇതിനുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയണമെങ്കിൽ എന്തുകൊണ്ടാണ് നീ ഇന്നടത്ത് ഇന്നയാളുടെ ഗർഭപാത്രത്തിൽ വന്ന് ജനിച്ചത്, അത് എവിടെ നിന്നാണ് നീ വന്ന് ജനിച്ചത്, നിൻ്റെ പൂർവ്വജന്മത്തിൽ എന്തായിരുന്നു, ആ പൂർവ്വജന്മത്തിൽ നിന്ന് നീ ചെയ്ത പാപത്തിൻ്റെ ഫലമനുസരിച്ച് നീ ഈ ശുദ്ധി കലശമൊക്കെ കഴിഞ്ഞ് ആത്മാവിൻ്റെ ശുദ്ധിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ ജനിച്ചത് എന്തിന്? ഇവിടെ ജനിക്കുമ്പോൾ നിൻ്റെ പൂർവ്വജന്മത്തിൽ നിന്നെ നശിപ്പിച്ചവരുടെ മുമ്പിൽ ആ കൂട്ടത്തിലാണോ നീ വന്ന് ജനിച്ചത്? എൻ്റെ അടുത്ത് ഒരു സ്ത്രീ പറയണം, എൻ്റെ ശത്രു എൻ്റെ അമ്മയാണ്, അവർ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് സമാധാനം തന്നിട്ടില്ല എന്ന് മഴക്ക എന്നെ വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ നിങ്ങളുടെ ശത്രു നിങ്ങളുടെ അമ്മയും, നിങ്ങൾ ആ ഗർഭപാത്രത്തിൽ നിന്നല്ലേ ഇങ്ങോട്ട് വന്നത്, അവരെ നിങ്ങൾ 10 മാസം ചുവന്ന് പ്രസവിച്ചല്ലേ ഇങ്ങോട്ട് വരുത്തിയത്, നിങ്ങൾ പ്രസവിച്ചത്, നിങ്ങളെ മുലയൂട്ടിയത്, നിങ്ങളെ പനി വന്നപ്പോൾ ചേർത്ത് പിടിച്ചു കൊണ്ടോടിയത്, നിങ്ങളുടെ കൈകാലിൽ നിന്നോ കാല് വളരുന്നോ എന്ന് പറഞ്ഞ് നോക്കി വളർത്തിയത്. ഇപ്പം നിങ്ങൾ അമ്മയാണ് ശത്രു. ഒരേ ഒരു സ്ത്രീയാണ് സ്വാമി എൻ്റെ കുടുംബം നശിപ്പിച്ചത്. എന്ത് നശിപ്പിച്ചവർ? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. മാതാപിതാക്കളെ ഇത്തരം മോശകാര്യങ്ങൾ പറയുന്ന, മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്ന, മാതാപിതാക്കളുടെ സ്വത്തും പണവും മാത്രം സ്വന്തമാക്കി മാതാപിതാക്കളെ വേണ്ട എന്ന് പുറംകാലി കൊണ്ടടിക്കുന്ന മാതാപിതാക്കൾക്ക് ഇത് കർക്കശമായ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ കാണും. അത് മനസ്സിലാക്കാതെ ഇങ്ങനെ സംസാരിക്കുന്ന ദൈവത്തെ ഓർത്ത് എൻ്റെ അടുത്തോട്ട് വരരുത്. ഞാൻ 2 വിഭാഗം ആൾക്കാരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ഭൂമി വിൽക്കണം, കടബാധ്യതകൾ കൊണ്ട് നിൽക്കാൻ വയ്യ, ഭൂമി വിൽക്കണം. ഞാനിപ്പോൾ അത് അശ്വരൂടെ യന്ത്രം ഉണ്ടാക്കി പലർക്കും കൊടുത്തിട്ടുണ്ട്.
വിൽക്കാൻ പറ്റുമെന്നും അറിയത്തില്ല. ഭൂമി സംബന്ധമായിട്ടുള്ള ഭൂമിയുടെ 6ാമത്തെ തട്ടിൽ കമ്പലനാഗത്തിൻ്റെ സാന്നിധ്യം നോക്കിയിട്ട് ആ നാഗത്തിൻ്റെ ഭണം ഏത് വിധമാണ് ഇരിക്കുന്നത് അത് നമ്മൾ പോയി നോക്കണം. അവൻ നോക്കി നമ്മളത് കണ്ടുപിടിക്കണം. അതിന് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട വാർത്താളി എന്ന് പറയുന്ന ദേവതയുടെ ഒരു സംഭവമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അത് പറയാൻ. എളുപ്പമാണോ? എനിക്ക് 10-62 വയസ്സായി. ഞാൻ ഇവിടുന്ന് ഏതൊക്കെ ദൂരം വരെ പോവും? 5-6 വർഷം മുമ്പ് പറഞ്ഞവരാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മട്ടന്നൂർ പോയി. 10-200 വർഷം പഴക്കമുള്ള ഒരു വീട്. അത് 6 വർഷം മുമ്പ് ചെല്ലാമെന്ന് പറഞ്ഞതാണ്. അത് ഇപ്പോഴാണ് അതിൻ്റെ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി അതിൻ്റെ പരിഹാരമൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വീട്ടിൽ ചെന്നപ്പോഴാണെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ വയ്യ. ഭയങ്കര തട്ടലും മുട്ടലും ബഹളവും പ്രശ്നങ്ങളും ഒക്കെ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത, ഇല്ലെങ്കിൽ ഇതാണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത, ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ പരിഹാരം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന, അവിടെ വിദേശത്ത് നിന്ന് എന്നെ എത്ര പേര് ഇന്നും വിളിച്ച്, കാനഡയിൽ നിന്ന് 2-3 പേര്. അവിടെ നിവൃത്തിയില്ല. കാനഡയിലേക്ക് നിങ്ങൾ ദൈവത്തെ ഓർത്ത് കാനഡ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക്, ഓസ്ട്രേലിയ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കുള്ള യാത്രകളും പഠിപ്പീരും, അവിടെ പോയി വീട്ടുജോലി ചെയ്ത്, ഇല്ലെങ്കിൽ വണ്ടിയും കാറും ഒക്കെ കഴുകി, അല്ലെങ്കിൽ ഹോട്ടലുകളിൽ ജോലി ചെയ്ത് പഠിക്കാം നിൽക്കാം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. വീട്ടുകാർ പറയണം മക്കൾ എവിടെയെന്ന് വെച്ചാൽ കാനഡയിലാണെന്നൊക്കെ പറയുന്നത്. ഈ പരിപാടി ദൈവത്തെ ഓർത്ത് നിർത്തും. ഇത് അബദ്ധമാണ്. നിങ്ങൾ ഇവിടെ തന്നെ എന്തെങ്കിലും പഠിച്ച് ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി, അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നില്ലേ? അപ്പോൾ ഇവിടുന്ന് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ആ കാലഘട്ടം അവിടെയൊക്കെ എല്ലാ രാജ്യത്തും തന്നെ, ദുബായിൽ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും അവിടെ ഇത്ര ശതമാനം അവിടുത്തെ ആൾക്കാർക്ക് തന്നെ ജോലി കൊടുക്കണം എന്ന് പറയുന്നൊരു വ്യവസ്ഥ ഉണ്ടായി തുടങ്ങി. അപ്പോൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം? എത്രയോ MBA-ക്കാർ, MBBS പഠിച്ചവർ, MBA-ക്കാരുടെ കൂട്ട് എഞ്ചിനീയർമാർ ജോലിക്ക് വേണ്ടി നിൽക്കണവരാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. ഇത് ഞാനിതില്ലാത്തതൊന്നും അല്ല പറയുന്നത്, ഉള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ, ജീവിത മാർഗങ്ങൾ, കല്യാണം കഴിക്കാൻ പറ്റാത്ത 2, പിന്നെ പ്രണയത്തിൽ കുടുങ്ങിയിട്ട് ഒരു ജീവിതമില്ലാതെ പോകുന്നത്, ഒരു നല്ല വിവാഹം കഴിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, പ്രണയത്തിൽ എന്തോ ഈ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളതുണ്ട്. നിങ്ങൾക്കൊരു വിവാഹബന്ധം, ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഇഷ്ടത്തോടെ ജീവിക്കൂ. നിങ്ങളെന്താണ് വഞ്ചിക്കുന്നത്? നിങ്ങളെന്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോർമുല എടുക്കുന്നത്? താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി പെൺകുട്ടികളെ ഉപയോഗിക്കാതിരിക്കും. അതിൻ്റെ ശാപം വളരെ വലുതാണ്. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ജന്മജന്മാന്തരങ്ങൾ ആ കണ്ണീർ, ഓരോ തുള്ളി കണ്ണീരും, അത് എത്രയോ തലമുറകളിലൂടെ നമ്മൾ ആ കണ്ണീരിൽ ഒഴുകിപ്പോകേണ്ടി വരും. നമ്മൾ വിശ്വാസവഞ്ചന കാണിച്ച്, നമുക്ക് ഒരു കോൾ ഗേളിൻ്റെ അടുത്ത് പോവുകയാണ്, ഒരാൾക്ക് ശാരീരികമായ ഒരു ആവശ്യം നിങ്ങൾക്ക് തോന്നി, നമ്മളൊരു മതാലസമായ സ്ത്രീകൾക്ക് പോയി അവിടെ ശരീരം വിറ്റ് ജീവിക്കുന്നതാണ്. വൈകുന്നേരം ഒരു രാത്രിക്ക് എനിക്ക് എത്ര രൂപയാണ്, അവർ വില പേശും. ഇത്ര രൂപയാണ് എൻ്റെ ശരീരം നിങ്ങൾക്ക് തരുന്നതിന്, അതിൻ്റെ പണം തന്നോളൂ. ഫിലിപ്പൈൻസിലൊക്കെ പറയുന്ന കേട്ടില്ലേ? ഇതിനു വേണ്ടി ഫിലിപ്പൈൻസിൽ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ രാവിലെ ഭർത്താവ് തന്നെ കൊണ്ടാക്കുന്ന പറയണേ. ഞാൻ പോയിട്ടില്ല. ഭർത്താവ് തന്നെ കൊണ്ടാക്കുക. എന്താണ്? ശരീരം വിൽപ്പനയ്ക്കുള്ള ഒരു മാർക്കറ്റാണത്. വൈകുന്നേരം ആകുമ്പോൾ ഭർത്താവ് പോയി വിളിച്ചോണ്ട് വരും. നമ്മൾ സെക്രട്ടറിയേറ്റ് ജോലിക്ക് പോകണ പോലെയാണ്. എവിടെയെങ്കിലും ജോലിക്ക് കൊണ്ടാക്കും, ഭർത്താവ് രാവിലെ നമ്മളെ കൊണ്ടാക്കും, ജോലി കഴിയും, വൈകുന്നേരം വിളിച്ചു വരേണ്ട പോലെ. അതൊരു മാംസം വിറ്റ് ജീവിക്കുന്ന ഒരു സെക്രട്ടേറിയറ്റാണ് അവിടെ. മാംസത്തിന് മാത്രം വില. എന്നാലോചിച്ചു, ഒരു ഭർത്താവ് രാവിലെ എന്താ ജോലി? അവൻ രാവിലെ ഭാര്യ തിരിപ്പിച്ചൊക്കെ ഇട്ട് അവൻ കൊണ്ട് അവിടെ ആക്കും, വൈകുന്നേരം ആകുമ്പം വിളിച്ചോണ്ട് വരും. അവൾ കുളിച്ച് കഴിയുമ്പോൾ വന്നവൻ്റെയൊക്കെ എല്ലാം തീർന്നു. ഒന്ന് സോപ്പിട്ട് കുളിച്ച് കഴിയുമ്പോൾ തീരുന്ന പ്രശ്നം, 2 പെഗ്ഗും അടിച്ചിട്ട് കിടന്നുറങ്ങും. ഞാനിത് കേട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എവിടെയാണ് സാംസ്കാരിക മൂല്യങ്ങൾ? നമ്മുടെ കേരളം പോലെ, അല്ലെങ്കിൽ ഇന്ത്യ പോലെ ഒരു മൂല്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യം എവിടെയാണുള്ളത്? ഇവിടെയും അത് ആ ഫിലിപ്പൈൻസിൻ്റെ ഒരു ഷാഡോ വന്ന് നിറയുന്നുണ്ട്. ലഹരി മരുന്നുകളും മാംസദാഹങ്ങളും അല്ലേ? നമ്മൾ ഏത് മദ്യഷാപ്പിൻ്റെ മുമ്പിൽ മദ്യം കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ തലേ ദിവസം രാത്രി മദ്യം, ഞാൻ വെഞ്ഞാറമൂട് അങ്ങോട്ട് പോകുമ്പോൾ, വെഞ്ഞാറമൂടില്ല, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വട്ടപ്പാറ കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഏജൻസി തുടങ്ങിയിട്ടുണ്ട്, മദ്യഷോപ്പിൻ്റെ. ഫുൾ ഓട്ടോറിക്ഷ സ്കൂട്ടറുമാണ്. ഞാനപ്പോൾ വെറുതെ ഇങ്ങനെ വണ്ടി നിർത്തി ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം ചെറുപ്പക്കാരാണ്, ജോലി കഴിഞ്ഞ് പോകുന്നവരുമൊക്കെ. കുപ്പി കിട്ടുമ്പോഴുള്ളൊരു അവരുടെ സന്തോഷം അവർക്ക് ലക്ഷക്കണക്കിന് ലോട്ടറി അടിക്കണ പോലാണ്. അവരത് വണ്ടിക്കകത്ത് കൊണ്ട് സേഫാക്കിയിട്ട് അവർ വണ്ടി കയറി പോകുന്നതും നമ്മളൊന്ന് കണ്ടുകൊണ്ട് നിൽക്കേണ്ടത്. കുറച്ച് നേരം ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നാൽ മദ്യം വാങ്ങിക്കാനായിട്ടുള്ള അവരുടെ എന്താണ് തലയ്ക്ക് ഒരു പെരുപ്പ് വരും. ഇതല്ലാതെ മദ്യം എന്താണ് കൊടുക്കുന്നത്? തലച്ചോറിനകത്ത് കുറേ പെരുപ്പ് വരും ഇല്ലേ?
അങ്ങനെ കുറച്ച് നേരം കിറങ്ങിയിരിക്കാം, പിന്നെ ഒരു ബോധവുമില്ലാതെ കിടന്നുറങ്ങാം. ആ കോശങ്ങളെ മുഴുവൻ നശിപ്പിക്കാം. സ്ഥിരം മദ്യപിച്ച് ഉദരം മുഴുവൻ തകർക്കാം. ഇതും കുടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ മദ്യത്തിൻ്റെ മണം ഇഷ്ടമില്ലാത്തൊരു ഭാര്യയാണെങ്കിൽ, അപ്പോൾ കൂടെ മക്കളാണെങ്കിലോ അങ്ങേര് വന്നു കുടിച്ചുകൊണ്ട് വന്നു, അമിതമായ സ്നേഹവും കാണിച്ച്, ഇല്ലെങ്കിൽ ബാക്കി കൂടെ കുടിച്ച് ഭാര്യയോട് വഴക്കൂടാൻ പറ്റാതെ അവിടെ കിടന്ന് ഉറങ്ങി. അങ്ങനെ ലഹരി പദാർത്ഥങ്ങളുടെയും ഉടഞ്ഞു പോകുന്ന ജീവിതങ്ങളുടെയും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എനിക്കൊരു വക എഴുതാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ അശുദ്ധമാവ് ഉടയൻവാടിയെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഞാൻ പുരാണത്തിലേക്ക് കടന്നപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ പുസ്തകം എഴുതിയെന്ന് ഞാനിങ്ങനെ വിചാരിക്കും. ഉടയൻവാടി അശ്വത്ഥാമാവ്, ഇത് അശ്വത്ഥാമാവിൻ്റെ കഥയാണ്. ഇപ്പോഴും മരണമില്ലാതെ അലയുന്ന, മരണം തേടി അലയുന്ന അശ്വത്ഥാമാവ്. നമ്മളൊന്നും അറിയേണ്ടതുണ്ട് മഹാഭാരതത്തിലെ അശ്വത്ഥാമാവ്. ദ്രോണരുടെ മകനായിട്ട് ജനിച്ച അശ്വത്ഥാമാവ്. ആ ദ്രോണരുടെ മകനെ കുതിരാലയത്തിലാണ് കിടന്നിരുന്നത്. കുതിരാലയം ഇത് കണ്ടില്ലേ, ഈ പടം കണ്ടില്ലേ, ഈ പിന്നെ മുഖമെല്ലാം കുതിരയുടെ ചെവിയും കുതിരയുടെ കണ്ണുകളും മുഖം ഞാൻ തന്നെയാണ് വരപ്പിച്ചത്. ഇങ്ങനെ തന്നെ ഒരു പടം ഞാൻ വരപ്പിക്കുകയാണ് ചെയ്തത്. ഇത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് എൻ്റെ മനസ്സിൽ ഉരുകിത്തിരിഞ്ഞ് വന്നൊരു കഥയാണ്. ഇതൊരു 10-19 മണിക്കൂർ 20 മണിക്കൂർ താഴെ കൊണ്ട് ഞാൻ എഴുതിയതാണ്. മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ ഈ കഥ പറയുന്നത് ഈ കഴിഞ്ഞ ഏതെങ്കിലും ദിവസങ്ങളിൽ ഒരു വിഷയമാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. മറ്റൊരാൾക്ക് വേണ്ടി നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിന് വേണ്ടി നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ, ആ കർമ്മത്തിൻ്റെ ഫലം നീറുന്ന വേദനയുമായി തനിക്ക് ദൈവഹിതമായി കിട്ടിയ ഒരു വലിയ അനുഗ്രഹം, ആ അനുഗ്രഹവും നഷ്ടപ്പെട്ട് നീറുന്ന വേദനയുമായി ചന്ദനക്കാടുകളിൽ ചന്ദനക്കാറ്റേറ്റ് അലയുന്ന അശ്വത്ഥാമാവ്. എന്തിനു വേണ്ടിയിട്ടാണത് അങ്ങനെ ചെയ്യേണ്ടി വന്നത്? ദുര്യോധനൻ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പാണ്ഡവർക്കും കൗരവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു അശ്വത്ഥാമാവ്, ദ്രോണരുടെ മകൻ. അവരുടെ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായിരുന്ന ദ്രോണരുടെ മകൻ, അച്ഛനെ കൊന്നവനെ ചവിട്ടി മെതിച്ച മകൻ, തൻ്റെ സുഹൃത്തിൻ്റെ ഒരു കുലം മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്നേഹത്തിന് വേണ്ടി, ദൃഢമായ സ്നേഹം, ദുര്യോധനൻ്റെ സ്നേഹത്തിന് അവസാന കാലത്ത് ദുര്യോധനൻ മുറിവേറ്റ് മരണശയ്യയിൽ കിടക്കുമ്പോൾ ചെല്ലുമ്പോൾ പറയും, കിരീടധാരണം നടത്തും അശ്വത്ഥാമാവിനെ. അയാൾ പോകുമ്പോൾ ഈ രാത്രി പാണ്ഡവരെല്ലാം യുദ്ധമൊക്കെ കഴിഞ്ഞ് ശയിക്കുകയാണ്. ഇപ്പോൾ കൃഷ്ണനും പഞ്ചപാണ്ഡവരും കൂടെ വേറൊരു മരത്തണലിരിക്കുമ്പോൾ ഈ പതുങ്ങി ചെല്ലുകയാണ്. അവൻ്റെ ഈ പാണ്ഡവരെ മുഴുവൻ നശിപ്പിച്ചേ അടങ്ങൂ ആ പക അശ്വത്ഥാമാവിൻ്റെ. എല്ലാവരും മരിച്ചു, യുദ്ധം മുഴുവൻ നശിച്ചു, യുദ്ധം മുഴുവൻ തീർന്ന് എല്ലാവരും നശിച്ചു. ഇവർ മാത്രം അവശേഷിക്കുന്നു, 5 പേര്. ബാക്കി പാണ്ഡവരൊക്കെ കിടന്ന് ഉറങ്ങുവാണ്. അവശേഷിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഈ യുദ്ധം നയിച്ച 5 പേരാണ് പാണ്ഡവർ, പഞ്ചപാണ്ഡവരും കൃഷ്ണനും. മറ്റൊരിടത്ത് അന്ന് യുദ്ധം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ആസന്നമായി കിടക്കുന്ന എൻ്റെ ദുര്യോധനൻ തുടയിലടിച്ച്, തുട ഇങ്ങനെ വെറ്റില മാറി കാണിച്ചു കൊടുത്ത്, ആര് കാണിച്ചു കൊടുത്തു? കൃഷ്ണ ഭഗവാൻ കാണിച്ചു കൊടുത്തു. അവനെ അല്ലാതെ കൊല്ലാൻ പറ്റൂല, തുടയിലടിച്ചു കൊല്ലൂ. എങ്ങനെയാണ്? ഭഗവാൻ അമ്മയ്ക്ക് മനസ്സിലായി ഇവൻ്റെ തുടയാണ് ദുർബലം. എങ്ങനെ ദുർബലമായി? അതുകൊണ്ട് നീ നഗ്നനായി എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറയും മാതാവ് ഗാന്ധാരി പറയും. പക്ഷേ ഇങ്ങനെ നഗ്നനായിട്ട് ചെല്ലുമ്പോൾ കൃഷ്ണനാണെന്ന് തോന്നുന്നു പറയും, നിനക്ക് നാണമില്ലേ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പോകാൻ? നാണമില്ലേ? നീ വളർന്ന ഒരു പുരുഷനല്ലേ എന്ന് പറയുമ്പോൾ ചേമ്പിൻ്റെ ഇല കൊണ്ട് തുട മറച്ചുകൊണ്ട്, നഗ്നത മറച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത് ചെല്ലും. ആ വശം ദുർബലമായി പോകും. ദുര്യോധനനും ഭീമനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ആ ഗദായുദ്ധത്തിൽ ദുര്യോധനൻ ഭീമനെ തകർക്കും. ഈ ദുര്യോധനൻ്റെ ഓരോ അടിയിലും ഭീമൻ തകർന്നു പോവുകയാണ്. അവസാനം നിവർത്തിയില്ലാതെ എത്ര വീഴ്ത്തിയിട്ടും ദുര്യോധനൻ കനത്ത ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ബലരാമനുമുണ്ട്, ആ വെറ്റില തുടയിലിങ്ങനെ അടിച്ച് കാണിച്ചു കൊടുക്കും. തുടയിൽ കാണിച്ചു കൊടുക്കും. അവിടെ ദുർബലമാണ്, ചേമ്പല കൊണ്ട് മറച്ചത്, വെറ്റിലയല്ല ചേമ്പല കൊണ്ട് മറച്ചത്. അവിടെ അടിക്കും. ആ അടിയിൽ ദുര്യോധനൻ വീഴും. അങ്ങനെ അപ്പോൾ ബലരാമൻ പറയും, കൃഷ്ണ നീ ഇത് ചെയ്തത് ശരിയായില്ല, നീ എന്തിനാണ് ഇത് ചെയ്തത്, നീ എന്തിനാണ് യുദ്ധത്തിൽ കയറി ഇടപെട്ടത് എന്ന് പറയുമ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയും, അവൻ നമ്മുടെ ബന്ധുവല്ലേ. ആ ബന്ധുവല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകത്തിന് കൃഷ്ണ ഭഗവാൻ കാണിച്ചു തരുന്നത് എന്താണ് കാണിച്ചു തരുന്നത്?
നീ ബന്ധുവാണെങ്കിൽ പോലും അധർമ്മം നിനക്ക് ചെയ്യാൻ പാടില്ല. രണ്ടുപേർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അവർ യുദ്ധത്തിൽ ജയിക്കണം. അപ്പം നീ കാണിച്ചു കൊടുത്തു, നീ അതിൻ്റെ രഹസ്യ സ്വഭാവം കാണിച്ചു കൊടുത്തു ഒരാളുടെ. അപ്പോൾ ബന്ധുവാണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബലരാമൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പോയി കഴിഞ്ഞതിന് ശേഷമാണ് മൃതാവസ്ഥയിൽ മരണശൈലിയിൽ കിടക്കുന്ന, ശ്വാസം കിട്ടാതെ കിടക്കുന്ന അവിടേക്ക് കൃപാചാര്യരും ഈ നമ്മുടെ അശ്വത്ഥമാവും കൂടെ ചെല്ലുമ്പോൾ പറയും, എനിക്ക് വേദന, ഈ രംഗം എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ, അതുകൊണ്ട് എനിക്ക് അവരെ ഉന്മൂലനാശനം ചെയ്യണം. എൻ്റെ അച്ഛനെ കൊന്ന ആളുണ്ട്, അപ്പോൾ അവരെ എല്ലാം തീർക്കണമെന്ന് പറയുമ്പോൾ കുടം കൊടുത്ത് പിന്നെ ശുദ്ധികലശമാക്കി കിരീടധാരണം നടത്തും. യുദ്ധത്തിൽ സേനാനായകനാകും. ഇദ്ദേഹം പോവും. ഈ അശ്വത്ഥമാവ് രാത്രി പോകുമ്പോൾ പഞ്ചപാണ്ഡവരൊക്കെ നല്ല ഉറക്കമാണ്. ഉറങ്ങുമ്പോൾ ഈ പാണ്ഡവരിൽ 5 പേരും മറ്റൊരു സ്ഥലത്താണ്. ഇവരെല്ലാം ഉറങ്ങുകയാണ്. പഞ്ചപാണ്ഡവരുടെ പാണ്ഡവ മക്കളും കൊച്ചുമക്കളും ഒക്കെ അന്നത്തെ 80-90 വയസ്സാണ് അന്ന് ഇവർക്കൊക്കെ പ്രായം. 4 തലമുറ 3-4 തലമുറ ആയവരാണ് അവർ ശാന്തമായി ഉറങ്ങുമ്പോൾ. അശ്വത്ഥമാവ് പതുങ്ങി നിൽക്കുമ്പോൾ കാണുന്നത് മൂങ്ങകളെ ആക്രമിക്കുന്നതാണ് കാക്കക്കൂട്ടത്തെ. കാരണം രാത്രി മാത്രമേ ഇതിന് കണ്ണ് കാണാവൂ. ആ മെസ്സേജിലൂടെയാണ്, അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പാണ്ഡവരുടെ ശിബിരത്തിലേക്ക് അശ്വത്ഥമാവ് കടന്നു കയറുന്ന. അവരെ മുഴുവൻ തകർത്തുകളയും. ഈ പഞ്ചപാണ്ഡവർ മാത്രമേ അവശേഷിക്കുകയുള്ളൂ. ബാക്കി മുഴുവൻ ആൾക്കാരെയും തീർത്തുകളയും. ഇത് നമുക്ക് നൽകുന്ന ഒരു പാഠം എന്താണ്? 2 പാഠങ്ങൾ നമുക്ക് ഈ കഥയിൽ നിന്ന് നമുക്ക് എടുക്കാനുണ്ട്. ഒന്ന്, അങ്ങനെ സുഹൃത്തിനെ രക്ഷിച്ചപ്പോഴാണ് ആശ്ചര്യ ചൂടാമണി തരിച്ചുകൊണ്ടാണ് ഇതെല്ലാം അശ്വത്ഥമാവ് ചെയ്യുന്നത്. ഭഗവാൻ കൃഷ്ണൻ അവരെ വരുത്തി അദ്ദേഹത്തിൻ്റെ ആശ്ചര്യമണി ചൂഴ്ന്നെടുത്ത് കളയും. ചൂഴ്ന്നെടുക്കുമ്പോൾ ആ വേദന, നീ മരണമില്ലാതെ, നൂറ്റാണ്ട് കലിയുഗമാണ്, അങ്ങനെ അലയും. ഈ വേദന സഹിച്ച് ചന്ദനക്കാടുകളുള്ളിടത്ത് മാത്രമേ അശ്വത്ഥമാവിൻ്റെ സാന്നിധ്യം കാണുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് കോവളത്തിനടുത്തുള്ളൊരു സ്ഥലമുണ്ട്. പക്ഷേ ഈ മറയൂർ ചന്ദനക്കാടുകൾക്കിടയിൽ അശ്വത്ഥമാവിനെ പോലെ താടിയും മുടിയും വളർത്തിയ ആളുകൾ സഞ്ചരിക്കുന്നു എന്നുള്ളത് പറയുന്നത്. പലരും അങ്ങനൊരു സന്യാസിയെ കണ്ടിട്ടുള്ളതായിട്ട് പറയുന്നു. എന്തായാലും അതെൻ്റെ മനസ്സിലേറ്റതാണ് ഞാൻ ഈ അശ്വത്ഥമാവിൻ്റെ പുസ്തകം എഴുതാനുള്ള ഒരു കാരണം. ഇതിനകത്ത് അശ്വത്ഥമാവ് കാണിച്ചു തരുന്ന 2 ചിന്തകൾ എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഒന്ന്, സുഹൃത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് കർമ്മമാണോ ചെയ്യാൻ പാടില്ലാത്തത്, ആ കർമ്മം ഞാൻ ചെയ്തപ്പോൾ എൻ്റെ ഏറ്റവും വിലപ്പെട്ട ആശ്ചര്യ ചൂടാമണി ചുവഴ്ന്നെടുത്തുകൊണ്ട് എന്നെ ഈ മരണമില്ലാത്തവനായി നീ ഭൂമിയിൽ അലഞ്ഞു നടക്കട്ടെ എന്ന് ശപിച്ചു. ആ ശാപം പേറി നടക്കുന്നു. അപ്പോൾ സുഹൃത്തിന് വേണ്ടി ചെയ്യാൻ പാടുള്ളത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലേ? ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തതുകൊണ്ട് അശ്വത്ഥമാവ് അത് അനുഭവിക്കേണ്ടി വന്നു. അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കലിയുഗത്തിൻ്റെ അവസാനം ദുര്യോധനനാണ് കലി എന്നാണ് പറയുന്നത്. അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ അത് വരെ പോവും. 2, ഭഗവാൻ കൃഷ്ണൻ എന്താണ് അധർമ്മം ചെയ്താൽ ഞാൻ ദൈവപുരുഷനാണ്, ഞാൻ അധർമ്മം ചെയ്തപ്പോൾ എൻ്റെ കുലം നശിച്ചു, ഗാന്ധാരിയുടെ ശാപം, ഇതെല്ലാം പറഞ്ഞപ്പോൾ കൃഷ്ണ, നീയും ഇത്ര ആണ്ട് കഴിയുമ്പോൾ നീയും നിൻ്റെ കുലവും നശിച്ച് നാമാവിശേഷമാകും, എൻ്റെ കുലം നശിച്ച പോലെ എന്ന് പറയുമ്പോൾ അമ്മയുടെ വാക്കുകൾ പുണ്യമാകട്ടെ എന്ന് പറയുന്ന കൃഷ്ണ ഭഗവാൻ. ഇതെല്ലാം നമുക്ക് കലിയുഗത്തിൽ കാണിച്ചു തരുന്ന ചില സത്യങ്ങളുണ്ട്. നമ്മൾ ആ സത്യം തന്നെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെടുത്താൽ, മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ, മറ്റൊരാളിലൂടെ നമുക്ക് എന്താണോ ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സിൻ്റെ പക അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരാളുടെ സ്നേഹക്കൂടുതൽ കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ളത്, ഇല്ലെങ്കിൽ നമ്മൾ അപ്പോഴത്തെ നമ്മുടെ മനസ്സിൻ്റെ ആ സമയത്ത് എന്താണോ നമുക്ക് തോന്നുന്നത്, നമ്മുടെ ശരികൾ എന്താണോ ആ ശരികൾ മറ്റൊരാളിലൂടെ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന വ്യഥ, അത് അന്നത്തെ കാലത്തിൻ്റെ കോടതിയാണ്. അവിടെ ആ കാലത്തിൻ്റെ കോടതിക്ക് മുമ്പിൽ ദുരിതങ്ങൾ അനുഭവിച്ച മനുഷ്യരുടെ കണ്ണീരിന് മുമ്പിൽ അവിടെ ദൈവത്തിൻ്റെ ഒരു വിധിയുണ്ട്. ആ ദൈവത്തിൻ്റെ വിധിയാണ് ഞാൻ ഇതിനകത്ത് എഴുതിയ അശ്വത്ഥമാവിനെ കുറിച്ചുള്ള പുസ്തകം. ഇതെല്ലായിടത്തും ഉണ്ട്. ചാൻസിലുണ്ട്, മാതൃഭൂമിയിലുണ്ട്, അമാൻ ബുക്സിലുണ്ട്, SS ബുക്സിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഒരുപാട് എല്ലാ പുസ്തകശാലകളിലും ഇതുണ്ട്. എൻ്റെ എല്ലാ പുസ്തകങ്ങളും ഉണ്ട്. പക്ഷേ മഹാഭാരതത്തിനെ ബേസ് ചെയ്ത 3 പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കാലം നമുക്ക് കാട്ടിത്തരുന്ന ചില കഥാപാത്രങ്ങളുമായിട്ട് ബന്ധമുള്ളത് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും അത് നടക്കുമ്പോൾ നമ്മളൊന്ന് വിലയിരുത്താൽ, നമ്മൾ മറ്റൊരാളെ തീർക്കാൻ ഒരാളെ ഉപയോഗിച്ചാൽ നമ്മൾ മരണമില്ലാത്ത അശ്വത്ഥമാവിനെ പോലെ, മരണം പോലും നമുക്ക് വേണ്ടാതെ മരണം തേടി അലയും. നീ എവിടേക്കാണോ പോകുന്നത് അവിടുന്ന് മരണം ഓടി രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മളെ കാണുമ്പോൾ നീ അനുഭവിച്ച് തീർക്കണം, നിനക്ക് മരണമില്ല. മരണമെങ്കിൽ ഈ യുഗം അവസാനിക്കണം.
അത്തരം നമ്മൾ എന്തു കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത്തരം കർമ്മങ്ങൾക്കുണ്ടാകുന്ന പരിണിത ഫലവും കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കഥാരൂപത്തിൽ ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന ചില കഥകൾ, ചില വിഷയങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും മനസമാധാനവും ശാന്തിയും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദൈവഹിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.